പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോയ സംഭവം കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഈ സംഭവം നടന്നിട്ട് മാസം 6 കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു ബി.ജെ.പി അംഗം എന്നതിലുപരി മറ്റൊരു പദവിയോ സ്ഥാനമോ ഒന്നും പത്മജയെ തേടിയെത്തിയിട്ടില്ല. ബി.ജെ.പിയിൽ ചേരുന്ന സമയത്ത് പത്മജയ്ക്ക് ഗവർണർ സ്ഥാനം നൽകിയേക്കുമെന്ന് പ്രചരണങ്ങൾ ബി.ജെ.പി കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു. അതിന് കാരണം കോൺഗ്രസിൽ നിന്നും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് ഉചിതമായ സ്ഥാനമാനങ്ങൾ നൽകി പാർട്ടി സംരക്ഷിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ബി.ജെ.പിയുടെ ആവശ്യമായിരുന്നു. സ്വന്തമായി നേതാക്കളെയോ പ്രവർത്തകരെയോ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിവില്ലാത്ത ബി.ജെ.പി മറ്റു പാർട്ടികളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരെ സമ്പത്തും സ്ഥാനമാനങ്ങളും കാണിച്ച് സ്വാധീനിച്ച് തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള പാർട്ടി മാറ്റങ്ങൾ സാധാരണമാണ്. വീട്ടിൽ പോയി ഷർട്ട് മാറുന്നത് പോലെ മാസങ്ങളും ദിവസങ്ങളും എന്തിന് മണിക്കൂറുകൾ പോലും ഇടവിട്ട് പാർട്ടി മാറുന്ന രീതികളൊക്കെ ഉത്തരേന്ത്യയിൽ സർവ്വസാധാരണമാണ്. പക്ഷേ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് ആ പരിപാടിയൊക്കെ നാണക്കേടിൻ്റെ അല്ലെങ്കിൽ അത്രയും ഗതികെട്ടവൻ്റെ ലക്ഷണമായിട്ടാണ് കണ്ടുവരുന്നത്. പാർട്ടിയോട് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങുകയോ അതല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുന്ന രീതികളൊക്കെ സ്വാഭാവികം. പക്ഷേ അതിനു പകരം മറ്റൊരു പാർട്ടിയിലേക്ക് ചെന്ന് സ്വന്തം പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ അംഗത്വം എടുത്ത് കുറച്ചു കാലം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പിന്നീട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് തിരിച്ച് സ്വന്തം പാർട്ടിയിൽ എത്തുകയും ചെയ്യുന്ന രീതിയൊക്കെ നിലപാടില്ലായ്മയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇത്തരക്കാരെ പാർട്ടിയിൽ സംരക്ഷിച്ചു നിർത്തുന്നത് തന്നെ പാർട്ടി കുളം തോണ്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാരമലിച്ച രണ്ടുപേരാണ് ഈ പറഞ്ഞ പത്മജ വേണുഗോപാലും അനിൽ കെ ആന്റണിയും. ഈ രണ്ടുപേരുടെയും രീതികളിൽ ആർക്കും സംശയം തോന്നിയില്ല. സംശയം തോന്നുന്നതിനും കാരണമുണ്ട്. ഈ പറഞ്ഞ രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന രണ്ട് വ്യക്തികളുടെ മക്കളാണ്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും എ.കെ. ആന്റണിയുടെ മകൾ അനിൽ കെ ആന്റണിയും. ഇവർ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഒരിക്കലും പാർട്ടി മാറുമെന്ന് ആരും കരുതിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പത്മജ വേണുഗോപാൽ പാർട്ടി മാറി ബി.ജെ.പിയിൽ എത്തി 6 മാസം കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരുവിധ പദവികളും ഇതുവരെ ബി.ജെ.പി നൽകിയില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ് ഗവർണർ ആക്കുമെന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ പുറത്തു വന്നു എങ്കിലും അക്കാര്യത്തിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി.ജെ.പിയിലേക്ക് പോയത് മണ്ടത്തരമായി പോയി എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പ്രചരണങ്ങളും ആരംഭിച്ചിരുന്നു. ബി.ജെ.പി ആണെങ്കിലോ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ തന്നെ നിന്നു. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലെത്തുന്നവരെ ഇരു കൈ നീട്ടി സ്വീകരിക്കും, അതിനുശേഷം സംരക്ഷിക്കും എന്നൊക്കെയുള്ള പ്രചരണം പത്മജയുടെ കാര്യത്തിൽ ശരിയായില്ല. പത്മജയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു, പക്ഷേ സംരക്ഷണം? പത്മജയുടെ ബി.ജെ.പിയിലേക്കുള്ള കടന്നുവരവിന് വലിയ രീതിയിൽ പ്രചരണം നൽകുകയും ചെയ്തു. ബി.ജെ.പിയിലെത്തിയ പത്മജയുടെ ഇപ്പോഴത്തെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റിരുന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ബി.ജെ.പിയുടെ മഹത്വം വിളമ്പുക എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ പണി തന്നെയാണ് അനിൽ കെ ആന്റണിയും എടുക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയ തന്നെ ഒഴിവാക്കുകയാണോ എന്ന സംശയവും പത്മജ ചിലയിടങ്ങളിൽ ഉന്നയിച്ചു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഒടുവിൽ പത്മജയുടെ കാത്തിരിപ്പിന് ഇപ്പോൾ അവസാനമാവുകയാണ്. സമുന്നതനായ കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിനെ ഉചിതമായ രീതിയിൽ പരിഗണിക്കുമെന്ന് ബി.ജെ.പിയുടെ അകത്തുനിന്നും ഇപ്പോൾ സൂചനകൾ എത്തിയിരിക്കുകയാണ്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുവാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് വിവരം. പത്മജയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ തൃശ്ശൂരിൽ നിന്ന് തന്നെ അവരെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ ആലോചന എത്തിയിരിക്കുന്നത്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ അത് തൃശ്ശൂരിൽ നിന്നായിരിക്കുമെന്ന് പത്മജ ബി.ജെ.പി നേതാക്കളെ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ തൃശ്ശൂർ മണ്ഡലം ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണെന്നും അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കൾ ആരെങ്കിലും മാത്രമേ അവിടെ മത്സരിക്കുകയുള്ളൂ എന്നുമാണ് ബി.ജെ.പി നേരത്തെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാൽ മത്സരിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കില്ല. ഈ സാഹചര്യത്തിലാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയിലെ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കണമെന്ന് അഭിപ്രായം വരുന്നത്. പ്രധാനമായും കെ സുരേന്ദ്രൻ്റെ പേരാണ് അവിടെ ഉയർന്നത്. വർഷങ്ങളായി നിരവധി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ഒരു വിജയം പോലും തൻ്റെ പേരിൽ നേടാൻ സാധിക്കാത്തതുമായ ഒരു വ്യക്തിയാണ് സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വിജയവും നിലവിലെ പല സാഹചര്യങ്ങളും തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുമെന്ന പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇത്തവണ കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ സൂചനകൾ എത്തിയത്. എന്നാൽ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലെ സാധ്യത പത്മജ വേണുഗോപാലിന് അനുകൂലമായി തിരിഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിട്ടും വെറുതെ ഇരിക്കേണ്ടി വരുന്ന തന്റെ അവസ്ഥ പത്മജ പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും രഹസ്യമായി പരാതികളായി ഉന്നയിച്ചിരുന്നു. പത്മജയെപ്പോലുള്ള ഒരു വ്യക്തി തൃശ്ശൂർ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അവർക്കത് നൽകാതെ ഇരുന്നാൽ ഇനി മുന്നോട്ടുള്ള ബി.ജെ.പിയുടെ വളർച്ചയെ അത് ബാധിക്കുമെന്ന് ബി.ജെ.പി ദേശീയ നേതൃത്വം കരുതുകയായിരുന്നു. അതുപ്രകാരമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുന്ന തൃശ്ശൂർ സീറ്റ് പത്മജയ്ക്ക് നൽകണമെന്നൊരു നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചത്. 100 കണക്കിന് തോൽവികൾക്കിടയിൽ ഒരു ജയം സ്വന്തമാക്കാമെന്നുള്ള കെ സുരേന്ദ്രന്റെ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവസാനിച്ചത്. താൻ മത്സരിച്ചാൽ ഉറപ്പായും തൃശ്ശൂർ വിജയിക്കുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ കരുതുന്നത്. സുരേഷ് ഗോപി 3,00,000 വോട്ടുകളോളം നേടി മത്സരിച്ച് വിജയിച്ച സാഹചര്യം തന്റെ കാര്യത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. പക്ഷെ ഒരു കാര്യം, സുരേഷ് ഗോപി ഈ പറഞ്ഞ 3,00,000 വോട്ടുകൾ നേടി തൃശ്ശൂരിൽ വിജയിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ സാഹചര്യമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് കരുതുന്നത് ആരമണ്ടത്തരമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം ആയിരുന്നു. LDFിനെ തകർത്ത് തരിപ്പണമാക്കി UDF വൻ വിജയം സ്വന്തമാക്കിയ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും ഒരു പ്രതിഫലനം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ടായോ? ഏകദേശം ഇതേ അവസ്ഥ തന്നെയാകും ഇനിയൊരു BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ മത്സരിച്ചാലുള്ള അവസ്ഥ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പ്രധാനമായും സുരേഷ് ഗോപി അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒരു BJPക്കാരൻ എന്ന രീതിയിലല്ല തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. ജനകീയനായ ഒരു വ്യക്തി എന്ന നിലയിൽ ലഭിച്ച വോട്ടുകളാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ആ ഒരു സാഹചര്യം ഇനി തൃശ്ശൂരിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരർത്ഥത്തിൽ നോക്കിയാൽ പത്മജ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് BJPയിലെ ചില വ്യക്തികൾ കരുതുന്നത്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് പത്മജ വിജയിച്ചാൽ കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയിലും വിജയിച്ച MLA എന്ന നിലയിലും അവർ മുൻനിരയിലേക്ക് കയറി വരുമെന്ന് ഉറപ്പാണ്. പക്ഷെ തോറ്റാലോ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയാലും പത്മജയ്ക്ക് BJPയിൽ. അപ്പോൾ കാര്യം ഇതാണ്, ചോദിച്ച സീറ്റ് കൊടുത്തു എന്ന പേരായി. അതേസമയം മത്സരത്തിൽ തോറ്റാൽ ഇനി എനിക്ക് എന്തെങ്കിലും സീറ്റ് താ എന്നും പറഞ്ഞുകൊണ്ട് അവർ വരികയുമില്ല.